അസമിലും കോൺഗ്രസിന് തിരിച്ചടി. മുതിർന്ന നേതാവ് റാണ ഗോസ്വാമി രാജിവെച്ചു. ഉടൻ ബി.ജെ.പിയിൽ ചേരും എന്നാണ് റിപ്പോർട്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഹിമാചലിലെ പ്രതിസന്ധി മൂർച്ഛിക്കുന്ന ഘട്ടത്തിലാണ് അസമിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന അടുത്ത വാർത്ത വരുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം? കോൺഗ്രസ് അതിനെ എങ്ങനെ നേരിടാൻ ഒരുങ്ങുന്നു? വേണു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്ന് പല മുതിർന്ന നേതാക്കളാണ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും എല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഹിമാചലിലും പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അസമിലെ മുതിർന്ന നേതാവായിട്ടുള്ള റാണ ഗോസ്വാമി ഈ രാജി ഇപ്പോൾ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും താൻ രാജിവെക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. എന്തായാലും അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ രാജി കൂടി നൽകിയിരിക്കുന്നത്. നിലവിൽ റാണ ഗോസ്വാമി ഡൽഹിയിൽ തുടരുകയാണ്. ബി.ജെ.പിയുടെ നേതാക്കളുമായി ഒരുപക്ഷെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുന്നുണ്ട്. അസമിൽ കോൺഗ്രസിനെ സംബന്ധിച്ച ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വലിയ തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റാണ ഗോസ്വാമി ബി.ജെ.പിയിൽ ചേരുമോ എന്നുള്ള വാർത്തകളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചത് അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തനായ നേതാവാണ്, അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വന്നാൽ അത് സ്വാഗതം ചെയ്യും. എന്തായാലും നിലവിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നായിരുന്നു ഹിമന്ത ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വടക്കുകിഴക്കൻ മണ്ണിലും ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ലഭിക്കുകയാണ്. വേണം ശരി, അസമിലും കോൺഗ്രസിന് തിരിച്ചടി. മുതിർന്ന നേതാവ് ബി.ജെ.പിയിലേക്ക് ചേരാൻ ഒരുങ്ങുന്നു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.